തെരഞ്ഞെടുപ്പിന്റെ ആദ്യ ഫലസൂചനകൾ പുറത്തു വരുമ്പോൾ 45 സീറ്റിൽ വ്യക്തമായ ലീഡുമായി ബി.ജെ.പി. ബഹുദൂരം മുന്നിലാണ്. ബഹുദൂരം മുന്നിൽ എന്ന് പറയുമ്പോൾ 44-24 എന്ന അർത്ഥത്തിൽ 20 സീറ്റിനാണ് ബി.ജെ.പി. ആം ആദ്മി പാർട്ടിയേക്കാൾ മുന്നിൽ നിൽക്കുന്നത്. അതേസമയം കോൺഗ്രസ് കേവലം സാന്നിധ്യം അറിയിച്ചു എങ്കിലും കോൺഗ്രസ് പലയിടത്തും ആം ആദ്മി പാർട്ടിയുടെ തോൽവിക്ക് കാരണമായേക്കാം എന്ന സൂചനകളും പുറത്തു വരുന്നുണ്ട്. ഒരുപാട് മണ്ഡലങ്ങളിൽ കോൺഗ്രസ് 2ാം സ്ഥാനത്താണ് എന്ന ഫലസൂചനകളാണ് പുറത്തു വരുന്നത്. ഇപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങളനുസരിച്ച് 45 സീറ്റിൽ ബി.ജെ.പിയും 21 സീറ്റിൽ ആം ആദ്മി പാർട്ടിയുമാണ് മുന്നിലുള്ളത് എന്ന് കാണാം. പ്രമുഖ നേതാക്കളെല്ലാം പിന്നിൽ നിൽക്കുന്ന അതിഷിയും മനീഷ് സിസോദിയും അരവിന്ദ് കെജ്രിവാളും ഉൾപ്പെടെ പിന്നിൽ നിൽക്കുന്ന കാഴ്ചയാണ് ഇപ്പോൾ നമ്മൾ ഫലസൂചനകൾ പുറത്തു വരുമ്പോൾ കാണുന്നത്. ഇഞ്ചോടിഞ്ച് പോരാട്ടം നടത്തിക്കൊണ്ടാണ് തുടക്കം മുതൽ നമ്മൾ ഈ വോട്ടെണ്ണൽ ദിനം കാണുന്നത് എങ്കിൽ പോലും കുറച്ച് സമയത്തിന് ശേഷം ഏതാണ്ട് 1 മണിക്കൂറിന് ശേഷം ബി.ജെ.പി. വ്യക്തമായ ലീഡുമായി 44 സീറ്റിൽ ലീഡുമായി ബി.ജെ.പി. മുന്നിലാണ്. കേവലം 24 സീറ്റിൽ മാത്രമാണ് ആം ആദ്മി പാർട്ടി ലീഡ് ചെയ്യുന്നത്. 24 സീറ്റിൽ ആം ആദ്മി പാർട്ടി ലീഡ് ചെയ്യുമ്പോഴും അവരുടെ പ്രമുഖ നേതാക്കളായ അതിഷി മർലേന, അരവിന്ദ് കെജ്രിവാൾ, മനീഷ് സിസോദിയ, സത്യേന്ദ്ര ജെയിൻ, സൗരഭ് ഭരദ്വാജ് എന്നിവർ പിന്നിലാണ് എന്ന കാഴ്ചയും നമുക്ക് കാണാൻ കഴിയും. വീണ്ടും സുമോദ് ചേരുന്നു. സുമോദ്, ഈ കോൺഗ്രസ് കൂടുതൽ വോട്ട് പിടിച്ചതാണോ ആം ആദ്മി പാർട്ടിക്ക് വിനയായത്? ഇപ്പോൾ കോൺഗ്രസ് പല മണ്ഡലങ്ങളിലും വലിയ തരത്തിൽ തന്നെ വോട്ട് പിടിച്ച് മാറ്റിയിട്ടുണ്ട്. ഇത് തന്നെയാണ് ആം ആദ്മി പാർട്ടിക്ക് വിനയായിരിക്കുന്നത്. മാത്രമല്ല, ആം ആദ്മി പാർട്ടിക്ക് ഇപ്പോൾ ലീഡ് നമ്മൾ പറയെങ്കിൽ പോലും ബി.ജെ.പി. സ്ഥാനാർത്ഥികളുടെ ലീഡുമായി നമ്മൾ താരതമ്യം ചെയ്ത് നോക്കുമ്പോൾ ആം ആദ്മി പാർട്ടിയുടെ ലീഡ് കുറവാണ് എന്നുള്ളൊരു കാര്യം തന്നെ കാണാൻ പറ്റും. 1000-ലധികം ലീഡ് ത്രിലോക്പുരിയിലെ അഞ്ജന പർച്ചയ്ക്ക് മാത്രമാണ് 1828 വോട്ടിന്റെ ലീഡുള്ളത്. ബാക്കി എല്ലാ സ്ഥാനാർത്ഥികളും 268, ഗോപാൽ റായ് മന്ത്രിയായിട്ടുള്ള ബാബർപൂറിൽ 268 വോട്ടിന്റെ ലീഡ് മാത്രമാണ്. സീമാപുരിയിൽ 553 ലീഡ് മാത്രമാണ്. കാര്യം സീമാപുരി തുടങ്ങിയ മേഖലകളിൽ ഔട്ടർ ഡൽഹിയാണ്. അവിടെ കോൺഗ്രസ് സ്ഥാനാർത്ഥികൾ വലിയ തരത്തിലുള്ള വോട്ട് പിടിച്ചു മാറ്റിയത് കൊണ്ടാണ് ഇത്തരത്തിൽ ആം ആദ്മി പാർട്ടി പിന്നിൽ പോകുന്നത് എന്നുള്ളൊരു കാര്യങ്ങൾ കണ്ടെത്താം. നമ്മളൊരു രാഷ്ട്രീയ വിദ്യാർത്ഥി എന്ന രീതിയിൽ നമ്മൾ നോക്കുമ്പോൾ വലിയ തരത്തിലുള്ള ഒരു കൗതുകരമായിട്ടുള്ള കാര്യം കൂടി ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ന്യൂഡൽഹിയിൽ മാരാരിക്കുളം ആവർത്തിക്കുമോ എന്നുള്ള ഒരു ആശങ്ക തന്നെയായിരുന്നു. കാര്യം പാർട്ടി ജയിക്കുമ്പോൾ വി.എസ്. അച്യുതാനന്ദൻ തോറ്റ മാരാരിക്കുളം പോലെ ഇപ്പോൾ പാർട്ടിയെ മുന്നിൽ നിന്ന് നയിച്ച അരവിന്ദ് കെജ്രിവാൾ ന്യൂഡൽഹിയിൽ പിന്നിലാണ് എന്നുള്ളതാണ് ആം ആദ്മിയെ സംബന്ധിച്ച് വലിയ ഒരു നിരാശാജനകമായിട്ടുള്ള ഒരു വാർത്ത. ആം ആദ്മി കേന്ദ്രങ്ങൾ ഞെട്ടലോടുകൂടി തന്നെയാണ് അതിഷിയും അരവിന്ദ് കെജ്രിവാളും മനീഷ് സിസോദിയയും ഉൾപ്പെടെയുള്ള നേതാക്കന്മാർ വ്യക്തമായ മേധാവിത്വം മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. ധനസുമോദ്, 48 സീറ്റിലേക്ക് ബി.ജെ.പി. അവർ ലീഡ് നില ഉയർത്തിയിരിക്കുന്നു. കേവലം 20 സീറ്റിലേക്ക് ആം ആദ്മി പാർട്ടിയുടെ ലീഡ് നില താഴ്ന്നിരിക്കുന്നു. അതായത് 28 സീറ്റുകൾ ലീഡിൽ മുന്നിലാണ് ബി.ജെ.പി. ഇതെങ്ങനെ മറികടക്കാനാണ്? ഇനിയൊരു തിരിച്ചറിവ് എങ്ങനെ സാധ്യമാവാനാണ്? അതും വളരെ നാരോ മാർജിനിൽ മാത്രം മുന്നിൽ നിൽക്കുന്ന 20 സീറ്റുകൾ ആണ് ആം ആദ്മി പാർട്ടിക്കുള്ളത് എന്ന് ധനസുമോദ് തന്നെ റിപ്പോർട്ട് ചെയ്യുന്നു. നാരോ മാർജിനിൽ മുന്നിൽ നിൽക്കുന്ന 20 സീറ്റുകൾ, 48 സീറ്റുകളിൽ വ്യക്തമായ മേധാവിത്വത്തോടെ ബി.ജെ.പി. അധികാരത്തിലേക്ക് എന്ന സൂചനയാണ് വോട്ടെണ്ണൽ തുടങ്ങി 1 മണിക്കൂർ 23 മിനിറ്റ് പിന്നിടുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത്. കോൺഗ്രസ് 1 സീറ്റിൽ മാത്രം ലീഡ് ചെയ്യുന്നു, സാന്നിധ്യം അറിയിക്കുന്നു. പക്ഷേ കോൺഗ്രസ് ഒരു പ്രധാനപ്പെട്ട തിരിച്ചടിയായി ആം ആദ്മി പാർട്ടിക്ക് മാറി. ഇന്ത്യ സഖ്യത്തെ സംബന്ധിച്ച് കോൺഗ്രസും ആം ആദ്മി പാർട്ടിയും സമാജ്വാദി പാർട്ടിയും എല്ലാം ഒരുമിച്ച് നിൽക്കേണ്ടതിന്റെ പ്രാധാന്യം എത്രയാണ് എന്നുകൂടി സൂചിപ്പിക്കുന്നതാണ് ഈ ഡൽഹി അസംബ്ലി തെരഞ്ഞെടുപ്പിലെ കൗണ്ടിംഗ് ദിനത്തിലെ ആദ്യത്തെ 1.5 മണിക്കൂറിലേക്ക് നാം അടുക്കുമ്പോൾ മനസ്സിലാക്കുന്ന രാഷ്ട്രീയ പാഠം. ബി.ജെ.പിക്ക് ഏറ്റവും ഗുണകരമാവുക പ്രതിപക്ഷത്തിലെ അനൈക്യമാണ് എന്ന മെസ്സേജ് ഒന്നുകൂടി ആവർത്തിച്ചുറപ്പിക്കുന്നതാണ് ഡൽഹി ഫലസൂചന. 48 സീറ്റുകളിൽ വ്യക്തമായ ലീഡുമായി ബി.ജെ.പി. ഡൽഹി തെരഞ്ഞെടുപ്പിൽ മുന്നിലാണ് എന്ന് നമുക്ക് കാണാം.